Hi guys, welcome to Exam Way Learning. Indian Olympiad Qualifier in Mathematics എന്ന എക്സാമിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയി വന്നിട്ടുള്ള 2021 സീരീസിലെ കുറച്ച് ക്വസ്റ്റൻസ് ആയിരിക്കും ഇന്ന് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കാം. സോ ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. ലെറ്റ് ABCD be trapezium in which AB parallel to C. ഓക്കെ, സോ നമുക്ക് ട്രപ്പീസിയം വരക്കാം. ഇതാണ് നമ്മുടെ AB, ഇതാണ് നമ്മുടെ CD. ജോയിൻ ചെയ്യാൻ പോവാണ്. ഇതിൽ എ ബിയും സി ഡിയും പാരലൽ ആണെന്ന് പറഞ്ഞിട്ട് ഓൾസോ എ ബി ഈസ് ഈക്വൽ ടു 3CD എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ സി ഡിൻ്റെ വാല്യൂ നമ്മൾ എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ എ ബിൻ്റെ വാല്യൂ 3x ആയിരിക്കും. ഓക്കെ, വേറെ എന്താ തന്നിട്ടുള്ളത്? ലെറ്റ് ഇ ബി ദ മിഡ് പോയിന്റ് ഓഫ് ദി ഡയഗണൽ ബി ഡി എന്നാണ് പറയുന്നത്. സോ ബി ഡി എന്നുള്ള ഡയഗണൽ ഞാനിവിടെ ജോയിൻ ചെയ്യിക്കാം. അതിന് മിഡ് പോയിൻ്റ് ആയിട്ട് ഞാൻ ഇ എന്നുള്ള ഒരു വാല്യൂ കൊടുക്കുക. ഇ എന്നുള്ള പോയിൻ്റാണ് ബി ഡിൻ്റെ മിഡ് പോയിൻ്റ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ലെറ്റ് ബോക്സ് എ ബി സി ഡി ഇഫ് ബോക്സ് എ ബി സി ഡി ഈസ് ഇക്വൽ ടു n ടൈംസ് ബോക്സ് സി ഡി ഇ, അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്ര? ഈ ബോക്സ് എന്ന് വെച്ചുകൊണ്ട് ഡിനോട്ട് ചെയ്ത് ഇതാണ് ബോക്സ് എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ജോമെട്രിക് ഫിഗർ ഗാമ എന്നായി. സോ എ ബി സി ഡി എന്ന ട്രപ്പീസിയത്തിൻ്റെ ഏരിയ ഈസ് ഈക്വൽ ടു സി ഡി ഇ എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ n ടൈംസ് ആയിരിക്കും എന്നാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? എ ബി സി ഡി എന്നുള്ള ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ ഏരിയ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അതിനു വേണ്ടി ഞാനിപ്പോൾ ഒരു ആൾട്ടിറ്റ്യൂഡ് കാണിക്കാം. ഇതാണ് ആൾട്ടിറ്റ്യൂഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ട്രപ്പീസിയം എ ബി സി ഡി, അതായത് ബോക്സ് എ ബി സി ഡി, അതെന്തായിരിക്കും? നമുക്കറിയാം, ഹാഫ് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു പാരലൽ സൈഡ്സിൻ്റെ സം ആയിരിക്കും. സോ എക്സ് പ്ലസ് 3x. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് 4x ഇൻറ്റു എച്ച് കിട്ടും. ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു 4x, നമുക്ക് 2xh എന്ന്. ഇതാണ് ബോക്സ് എ ബി സി ഡി. ഓക്കെ, ഇനി നമ്മൾ എന്താ കാണേണ്ടത്? സി ഡി ഇ എന്നുള്ളതിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നിങ്ങൾ ജോയിൻ ചെയ്താൽ സി ഡി ഇ എന്നുള്ള ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. സി ഡി എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ കിട്ടാം? നമുക്ക് അറിയാം, അതിൻ്റെ ഹൈറ്റ് കിട്ടണം. ബേസ് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. ഹൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഒരു ഹൈറ്റ് വരച്ച് വെക്കണം. ഇതിൻ്റെ വാല്യൂ h/2 ആയിരിക്കും. അങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മിഡ് പോയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇ എന്നുള്ള പോയിന്റ് ബി ഡിയുടെ മിഡ് പോയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിവിടെ കട്ട് ചെയ്യുന്ന അത്രയും ലെങ്ത് തന്നെ. ഓക്കെ, സോ മിഡ് പോയിന്റിൽ കട്ട് ചെയ്താൽ ഈ ഹൈറ്റും നേരെ അങ്ങ് കട്ടായി. സോ ഇത് h ആകുമ്പോൾ മറ്റേത് h/2 ആവും. ഇനി നമുക്ക് സി ഡി ഇൻ്റെ ബോക്സ് കണ്ടുപിടിക്കാം. സി ഡി ഇ, ബോക്സ് ഓഫ് സി ഡി ഇ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഹൈറ്റ് എന്തായിരിക്കും? h/2 ആയിരിക്കും, ടു എക്സ്, അതായത് hx/4 ആയിരിക്കും. ഇനി നമുക്ക് നേരെ ഇക്വേറ്റ് ചെയ്യാം. ബോക്സ് എ ബി സി ഡി ഈക്വൽ ടു n ടൈംസ് ബോക്സ് സി ഡി പറഞ്ഞിട്ടുള്ളത്. സോ എ ബി സി ഡിൻ്റെ ബോക്സ് എന്തായിരിക്കും? 2xh ഈക്വൽ ടു n ടൈംസ് സി ഡി ഇ ബോക്സ് എന്തായിരിക്കും? hx/4. അതായത് ഈ എച്ച് എക്സും ഈ എച്ച് എക്സും കട്ടായി പോവും. n ഇവിടെ ഉണ്ട്, 4 ഇങ്ങോട്ട് വരും. 2 × 4 ഈസ് ഈക്വൽ ടു n എന്ന് വരും. അതായത് എന്നിൻ്റെ വാല്യൂ 8 എന്ന് കിട്ടുന്നതായി. ഓക്കെ, സോ ഇവിടെ ഈ ക്വസ്റ്റൻ തീരുകയാണ്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരാൻ പോകുന്ന എന്നിൻ്റെ വാല്യൂ 8 എന്നായിരിക്കും റൈറ്റ് ആൻസർ. ഇതൊരു 2 മാർക്കിൻ്റെ വലിയൊരു ബുദ്ധിമുട്ടില്ലാത്തൊരു ക്വസ്റ്റൻ.